ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഹ്യൂമനോയിഡുകളെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. ബോറടിക്കുമ്പോൾ കളിക്കാൻ കൂടാനും ഉറക്കം വന്നില്ലെങ്കിൽ പാട്ടുപാടി ഉറക്കാനും നമ്മളോടൊപ്പം ഒരു ചങ്ങാതി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കുമല്ലേ. ഇത്തരം ചങ്ങാതികളുടെ പേരാണ് ഹ്യൂമനോയിഡുകൾ. എന്താണ് ഹ്യൂമനോയിഡുകൾ? നിർമ്മിത ബുദ്ധിയുടെ മേഖലയിൽ അത്ഭുതകരമായ മുന്നേറ്റമാണ് ഹ്യൂമനോയിഡുകളെ അത്ഭുത യന്ത്രങ്ങളാക്കി മാറ്റിയത്. ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടായി കണക്കാക്കുന്ന വാബോട്ട് 1 നിർമ്മിച്ചത് ജപ്പാനിലാണ്. മനുഷ്യരൂപമുള്ള ഹ്യൂമനോയിഡുകളെ ആൻഡ്രോയിഡ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ്രോയിഡിന്റെ സ്ത്രീ രൂപമാണ് ജൈനോയിഡ്. ഹോട്ടലിലും മറ്റും അതിഥികൾക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുന്ന റോബോട്ടാണ് ബെല്ലാബോട്ട്. ഇലോൺ മസ്കിന്റെ ടെസ്ല വികസിപ്പിച്ച ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഒപ്റ്റിമസ്. നൃത്തം ചെയ്തും യോഗ ചെയ്തും ഒപ്റ്റിമസ് ലോകത്തെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. ഹ്യൂമനോയിഡ് റോബോട്ടുകളിലെ ആദ്യകാല താരമാണ് അസിമോവ്. ജനറേറ്റീവ് ബുദ്ധി ഉപയോഗിച്ചുള്ള കേരളത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഐറിസ്. കുട്ടികളെ പഠനത്തിൽ ഐറിസ് സഹായിക്കും. മനുഷ്യരുമായി ചങ്ങാത്തം കൂടാൻ കഴിവുള്ള റോബോട്ടാണ് സോഫിയ. പൗരത്വം നേടിയ ആദ്യ റോബോട്ടുമാണ് സോഫിയ. രശ്മി. ഇന്ത്യക്കാരിയായ ഹിന്ദി സംസാരിക്കുന്ന റോബോട്ടാണ് രശ്മി. മുഖത്ത് 83 ഭാവങ്ങളും കഴുത്ത് ചലിപ്പിക്കാനും രശ്മിക്ക് കഴിയും. സ്ത്രീ രൂപമുള്ള ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഫെംബോട്ട്. മെയിനു ഒരു ചൈനീസ് ഫെംബോട്ടാണ്. വാൽക്കിറി നാസ നിർമ്മിച്ച ഒരു ബഹിരാകാശ ഹ്യൂമനോയിഡാണ്. ഇസ്രോ വികസിപ്പിച്ച ഹ്യൂമനോയിഡാണ് വ്യോമമിത്ര. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം താമസിച്ച റെക്കോർഡ് കിരാബോയ്ക്കാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.